ചെമ്പനീർ പൂവ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ചന്ദ്രമതി തന്റെ മുറിക്കുള്ളിൽ കഥ കടിച്ചിരിക്കുകയാണ്. അവളെ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഭാമ ഉള്ളിലേക്ക് പോയിട്ട് ഏറെ നേരമായി. പുറത്ത് രവീന്ദ്രനും മക്കളും മരുമക്കളും പിന്നെ രേവതിയും സച്ചിയും അങ്ങനെ എല്ലാവരും വലിയൊരു സംഘം തന്നെ അടച്ചിട്ട വാതിലിന്റെ അങ്ങോട്ടേക്ക് കണ്ണും തട്ട് കാത്തിരിക്കുന്നുണ്ട്. അമ്മ എന്താ പുറത്തു വരാത്തെ? അമ്മ ഇനി വരുമോ എന്ന ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ടെങ്കിലും വർഷ മാത്രം അത് കാര്യമാക്കിയില്ല. അമ്മ വന്നോളും, ഇതൊക്കെ അമ്മയുടെ വെറും ഓവർ ഷോ ആണെന്നേ. വർഷയുടെ വാക്കുകളിൽ ഒരല്പം പരിഹാസം കലർന്നിരുന്നു. ഒടുവിൽ എല്ലാവരും കാത്തിരുന്ന ആ നിമിഷം വന്നെത്തി. ചന്ദ്രമതിയുടെ മുറിയുടെ വാതിൽ അങ്ങ് തുറക്കപ്പെടുന്ന ശബ്ദം കേട്ടു. എല്ലാവരുടെയും ദൃഷ്ടികൾ അങ്ങോട്ട് പാഞ്ഞു. എന്നാൽ ചന്ദ്രമതി മാത്രം പുറത്തിറങ്ങിയില്ല. മുറിക്കുള്ളിൽ ഭാമ ചന്ദ്രയെ അനുനയിപ്പിക്കാൻ പാടുപെടുകയായിരുന്നു. ചന്ദ്രേ, നീ വരില്ല എന്ന് ഉറപ്പല്ലേ? എങ്കിൽ ഞാൻ പോവാണ്. ഭാമയുടെ സ്വരത്തിൽ നിരാശയുണ്ടായിരുന്നു. നീ പോയിക്കോ. ചന്ദ്രമതിയുടെ മറുപടി കടുപ്പമേറിയതായിരുന്നു. എന്നാൽ ഭാമ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ശരി, എന്നാ പിന്നെ നിന്റെ കൈ ഒന്ന് കാണിച്ചേ എന്ന് പറഞ്ഞ് ഷെയ്ക്ക് ഹാൻഡ് നൽകാമെന്ന വ്യാജേന ചന്ദ്രയുടെ കയ്യിൽ പിടുത്തമിട്ട ഭാമാൻറ്റി ബലമായി അവളെ വലിച്ചുകൊണ്ട് മുറിയുടെ പുറത്തേക്കങ്ങ് നടന്നു. ചന്ദ്രയുടെ എതിർപ്പുകളെ വകവെക്കാതെ മാമ അവളെ വീടിന്റെ ഹാളിലേക്ക് എല്ലാവരുടെയും മുന്നിലേക്ക് തന്നെ കൊണ്ടുവന്ന് നിർത്തി. ചന്ദ്രമതിയാണെങ്കിൽ ഈ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പകച്ചു നിന്നു. ചുറ്റും നിൽക്കുന്നവരുടെ നോട്ടങ്ങളിൽ അവൾ തറഞ്ഞു. രവീന്ദ്രൻ മാത്രം അവളെ ഗൗനിക്കാതെ മുഖം തിരിച്ചു നിന്നു. വർഷയുടെ മുഖത്ത് കൗതുകമായിരുന്നു. ഇനി എന്തൊക്കെ നാടകീയ മുഹൂർത്തങ്ങളാണ് നടക്കാൻ പോകുന്നതെന്ന ആകാംക്ഷ അവളിൽ നിറഞ്ഞു. ചന്ദ്രമതി ദേഷ്യത്തോടെ ഭാമയെ നോക്കി തന്റെ അതൃപ്തി പ്രകടമാക്കി. അമ്മയെ കണ്ടപാടെ സുധി ഓടിച്ചെന്നു. അമ്മേ, എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്തേ എന്ന ചോദ്യവുമായി അവൻ അമ്മയുടെ കെട്ടിപ്പിടിക്കാനാഞ്ഞു. പക്ഷേ ചന്ദ്രമതിക്ക് ദേഷ്യം വന്നിട്ട് അവനെ ആട്ടി അകറ്റി. ഒറ്റ തള്ളലിൽ സുധിയെ അവൾ ദൂരത്തേക്ക് മാറ്റി. മകനോടുള്ള വാത്സല്യത്തേക്കാൾ തന്റെ അഭിമാനത്തിന് ക്ഷതമേറ്റതിന്റെ രോഷമായിരുന്നു ആ നിമിഷം അവരുടെ ഉള്ളിൽ. ഭാമ ശാന്തമായി പറഞ്ഞു, ചന്ദ്രേ, നീ പോയി ആദ്യം രവിയേട്ടനോട് സംസാരിക്ക്. പക്ഷേ ചന്ദ്രമതിയുടെ വാശി ഒട്ടും തന്നെ കുറഞ്ഞിരുന്നില്ല. രവിയേട്ടൻ എന്നോട് സംസാരിക്കുന്നില്ല എന്നല്ലേ പറഞ്ഞത്? പിന്നെ ഞാനായിട്ട് എന്തിന് അങ്ങോട്ട് പോയി സംസാരിക്കണം? ചന്ദ്രമതിയുടെ വാക്കുകളിൽ വീണ്ടും ധിക്കാരം നിഴലിച്ചു. ഇത് കണ്ട് സഹിക്കെട്ട ഭാമ ചന്ദ്രയുടെ കയ്യും പിടിച്ചു വലിച്ച് രവീന്ദ്രന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ഭാമ രവീന്ദ്രനോട് അപേക്ഷിക്കുന്ന സ്വരത്തിൽ പറഞ്ഞു, രവിയേട്ട, ചന്ദ്രയുടെ സ്വഭാവം അറിയാലോ. സുധിക്ക് വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത്. അവളോടൊന്ന് ക്ഷമിച്ചൂടെ? പക്ഷേ രവീന്ദ്രൻ മൗനം പാലിച്ചു. സച്ചി ഇതിനിടയിൽ കയറി പറഞ്ഞു, ബാമാൻറ്റി, ജയിലിലെ കൊടും കുറ്റവാളികളുടെ ബുദ്ധി പോലും ഈ അമ്മയുടെ ബുദ്ധിക്ക് മുന്നിൽ തോറ്റുപോകും. അത്രക്കും ക്രിമിനൽ മൈൻഡാണ് ഇവർക്ക്. കൂടെ നിൽക്കാൻ ആ ശ്രുതിയുമുണ്ട്. സച്ചിയുടെ വാക്കുകൾ ശ്രുതിയെ ചൊടിപ്പിച്ചു. സച്ചി, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ? ഇനി എന്തിനാ വീണ്ടും പഴയ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത്? സാഹചര്യം നോക്കി സംസാരിക്കാൻ പഠിക്ക്. ശ്രുതി തിരിച്ചടിച്ചു. സച്ചി വിട്ടുകൊടുത്തില്ല. സാഹചര്യം നോക്കി സംസാരിക്കാനോ? അന്ന് വലിയ ഡയലോഗൊക്കെ അടിച്ചതാണല്ലോ. ഇപ്പോ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഇവൻ ഞങ്ങളെ മാത്രമല്ല നിന്നെയും പറ്റിച്ചു. അറിയാതെ പറ്റിയ തെറ്റാണെന്ന് പറഞ്ഞ് ശ്രുതി ന്യായീകരിക്കാൻ ശ്രമിച്ചപ്പോൾ രേവതി ഇടപെട്ടു. അറിയാതെ പറ്റിയ തെറ്റോ? എന്റെ സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ മാറ്റി പകരം മുക്കുപണ്ടം കൊണ്ടുവച്ചത് അറിയാതെയാണോ? പൈസക്ക് അത്യാവശ്യമുണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ തന്നെ എന്റെ ആഭരണങ്ങളെല്ലാം ഊരിത്തരുമായിരുന്നില്ലേ? രേവതിയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ശ്രുതിക്ക് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. സ്വന്തം തെറ്റുകൾ മറച്ചുവെക്കാൻ മറ്റൊരു പെൺകുട്ടിയുടെയും അവളുടെ വീട്ടുകാരുടെയും തലയിൽ കുറ്റം കെട്ടിവെക്കുന്നത് എന്ത് ന്യായമാണുള്ളത്? രേവതിയുടെ ശബ്ദമിയടറി. രേവതിയുടെ വാക്കുകൾ ചന്ദ്രമതിയെ ചൊടിപ്പിച്ചു. അവളെ സംബന്ധിച്ചിടത്തോളം രേവതി വെറും ഒരു പൂക്കാരി മാത്രമാണ്. ഭാമ വീണ്ടും പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചു. രവിയേട്ടാ, മക്കൾക്ക് മുന്നിൽ വെച്ച് ഇങ്ങനെ വഴക്കിടാതെ ഒന്ന് സംസാരിക്ക്. അപ്പോഴും രവീന്ദ്രൻ മൗനം വെടിഞ്ഞു. എന്നോടല്ല അവൾ ക്ഷമ ചോദിക്കേണ്ടത്. ഞാൻ ആരാ ക്ഷമിക്കാന്? ഇവൾ കാരണം എനിക്ക് ഈ വീട്ടിലെ വില പോലും നഷ്ടമായി. തെറ്റ് ചെയ്തത് എന്നോടല്ല, ആ പാവം പെൺകുട്ടിയോടാണ്. മാപ്പ് ചോദിക്കുന്നുണ്ടെങ്കിൽ അവൾ രേവതിയോട് മാപ്പ് ചോദിക്കട്ടെ. രവീന്ദ്രന്റെ വാക്ക് കേട്ടതോടുകൂടി തന്നെ ചന്ദ്രമതി ഞെട്ടി. രേവതിയോട് മാപ്പ് ചോദിക്കുകയോ? ചന്ദ്രമതിയുടെ അഹങ്കാരത്തിന് അത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഞാൻ ഇവളോട് ക്ഷമ ചോദിക്കാനോ? ചന്ദ്രമതി പുച്ഛത്തോടെ ചോദിച്ചു. അതെ, അവളോട് തന്നെ നിങ്ങൾ ക്ഷമ ചോദിക്കണം, സച്ചി ഉറക്കെ പറഞ്ഞു. സ്വർണം മോഷ്ടിച്ചതിന് മാത്രമല്ല, ആ കുറ്റം ഇവളുടെയും ഇവളുടെ അച്ഛനമ്മമാരുടെയും, എന്തിന് അപ്പൂപ്പന്റെ പോലും തലയിൽ വരെ കെട്ടിവെക്കാൻ നിങ്ങൾ ശ്രമിച്ചില്ലേ? തെറ്റ് ചെയ്തത് ആരാണെങ്കിലും മാപ്പ് പറഞ്ഞേ തീരൂ. സുധിക്കും സച്ചിയുടെ വാക്കുകളൊന്നും ഇഷ്ടപ്പെട്ടില്ല. എടാ, നീ എന്താടാ ഈ പറയുന്നത്? അമ്മ രേവതിയോട് മാപ്പ് പറയാനോ? അതേടാ, അല്ലെങ്കിൽ നീ പറ. സ്വർണം മാറ്റിയത് നീയല്ലേ? സച്ചി വെല്ലുവിളിച്ചു. രവീന്ദ്രൻ തന്റെ നിലപാടുകളിൽ തന്നെ ഉറച്ചു നിന്നു. എന്റെ സ്വർണമല്ല അവൾ മോഷ്ടിച്ചത്, രേവതിയുടേതാണ്. അതുകൊണ്ട് അവൾ രേവതിയോട് തന്നെ ക്ഷമ ചോദിക്കണം. തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ ലഭിക്കണം. അതിനെ ആവർത്തിക്കാതിരിക്കാൻ ക്ഷമ ചോദിക്കൽ അനിവാര്യമാണ്. രേവതി അപ്പോഴും കരയുകയായിരുന്നു. അച്ഛാ, അമ്മ എന്തിനാ എന്നോട് ക്ഷമ ചോദിക്കുന്നത്? എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല, അവൾ വിങ്ങിപ്പൊട്ടിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതോടുകൂടി തന്നെ ചന്ദ്രമതി പൊട്ടിത്തെറിച്ചു. മതിയടി നിന്റെ അഭിനയം. നീയും സച്ചിയും കൂടെ പ്ലാൻ ചെയ്തതാണ് ഭാമയെ കൊണ്ട് എന്നെ പുറത്തിറക്കിയത്. എന്നെ കൊണ്ട് നിന്നെ കാല് പിടിപ്പിക്കുക, അതല്ലേടി നിന്റെ ലക്ഷ്യം?
സച്ചിയും വർഷയും രവീന്ദ്രന്റെ തീരുമാനത്തെ അനുകൂലിച്ചു. അങ്കിൾ ചെയ്തത് തന്നെയാണ് ശരി. തെറ്റ് ചെയ്തവർ ആരാണെങ്കിലും അത് ഏറ്റുപറയണം, വർഷ പറഞ്ഞു. ഇത് കേട്ട് നിയന്ത്രണം വിട്ട ചന്ദ്രമതി രേവതിക്ക് നേരെ തിരിഞ്ഞു. നിനക്കിപ്പോ സമാധാനമായില്ലേടി? ഈ വീട്ടിലുള്ള എല്ലാവരും എനിക്കെതിരെ തിരിച്ചപ്പോൾ നിനക്കിപ്പോൾ സന്തോഷായില്ലേ? രേവതി കൈകൂപ്പി പറഞ്ഞു. അമ്മേ, സത്യം തെളിയിക്കണമെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അമ്മ മാപ്പ് പറയണമെന്ന് ഞാൻ ഒരിക്കൽ പോലും ആഗ്രഹിച്ചിട്ടില്ല. മിണ്ടാതിരിക്കടി. നിന്റെ അഭിനയം എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ ചന്ദ്രമതിയാണ്. ഞാൻ ഒരിക്കലും നിന്റെ കാലിൽ വീഴാനൊന്നും പോകുന്നില്ല. ചന്ദ്രമതിയുടെ അഹങ്കാരം ആളിക്കത്തി. രവീന്ദ്രൻ ബാമയോട് ചോദിച്ചു. കണ്ടില്ലേ ബാമയെ ഇവളുടെ അഹങ്കാരം? ഇതുകൊണ്ടാണ് ഞാൻ ഇവളോട് മിണ്ടില്ല എന്ന് പറയുന്നത്. ദേഷ്യം കൊണ്ട് വിറച്ച ചന്ദ്രമതി രേവതിയുടെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. എടി, നിന്റെ ആ കുറച്ച് സ്വർണം എടുത്തതിനല്ലേ നീ എന്നെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് അപമാനിച്ചത്? കിലോ കണക്കിന് സ്വർണമൊന്നും നീ കൊണ്ടുവന്നിട്ടില്ലല്ലോ. നിന്റെ ഒരു ഉപകാരമില്ലാത്ത സ്വർണം എന്നും ആക്രോശിച്ചുകൊണ്ട് തന്നെ ചന്ദ്രമതി തന്റെ ശരീരത്തിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങളെല്ലാം ഓരോന്നോരോന്നായി ഊരിയെടുത്തു. മാലയും വളയും എല്ലാം ഊരിയെടുത്ത് നേരെ രേവതിയുടെ മുഖത്തേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞു. ഇതൊക്കെ ഇവിടെ നിന്നങ്ങ് എടുത്തോട് കൂടി. നിന്റെ സ്വർണത്തിന് പകരം ഇതങ്ങ് എടുത്തോ. എന്നാലും ഈ ചന്ദ്രമതി ഒരിക്കലും നിന്റെ മുന്നിൽ തല കുനിക്കില്ല. ചന്ദ്രമതി അലറിക്കൊണ്ട് പറഞ്ഞു. സ്വർണ്ണാഭരണങ്ങൾ രേവതിയുടെ ദേഹത്ത് തട്ടി താഴേക്ക് വീണ് ചിതറി. രേവതി പൊട്ടിക്കരഞ്ഞു പോയി. ആ കാഴ്ച കണ്ട് സച്ചിക്ക് പോലും സഹിച്ചില്ല. അവൻ പ്രതികരിക്കാൻ തുടങ്ങിയെങ്കിലും ഭാമ അവനെ തടഞ്ഞു. എന്നെ ഇനി തല്ലിക്കൊന്നാലും ശരി, ഈ പൂ കെട്ടുന്നവളോട് ഞാൻ മാപ്പ് പറയില്ല എന്ന് പ്രഖ്യാപിച്ച് ചന്ദ്രമതി തിരികെ മുറിയിലേക്ക് തന്നെ പോയി. പിന്നീട് മുറിക്കുള്ളിൽ ഭാമയും ചന്ദ്രമയും തമ്മിൽ സംസാരമുണ്ടായി. എന്തിനാ ചന്ദ്രേ നീ ആ പാവത്തോട് ഇങ്ങനെയൊക്കെ ചെയ്തത്? ഭാമ ചോദിച്ചു. പാവമോ? അവൾ കാരണമാണ് ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെട്ടത്. രവിയേട്ടൻ എന്നോട് മിണ്ടുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ എൻ്റെ തീരുമാനത്തിൽ മാറ്റമൊന്നും വരുത്തില്ല. ചന്ദ്രമതിയുടെ വാശിക്ക് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. ഇതേ സമയത്തിന് താഴെ ഹാളിൽ ചിതറിക്കിടക്കുന്ന ആഭരണങ്ങൾ ശ്രുതി പെറുക്കിയെടുത്തു. അവൾ അത് രവീന്ദ്രന്റെ മുന്നിൽ കൊണ്ടുവച്ചു. രവീന്ദ്രൻ ശ്രുതിയെയും ഒന്ന് രൂക്ഷമായി നോക്കി. കണ്ടില്ലേ നിങ്ങളുടെ അമ്മയുടെ പ്രവൃത്തി? മനുഷ്യർക്ക് സഹിക്കാൻ പറ്റുന്നതാണോ ഇത്? ശ്രുതി നിശബ്ദനായി നിന്നു. സച്ചി ശ്രുതിയോട് കണക്ക് ചോദിക്കാൻ തുടങ്ങി. അച്ഛന്റെ 25 ലക്ഷം രൂപയും രേവതിയുടെ 5 ലക്ഷം രൂപയും ചേർത്ത് 30 ലക്ഷം രൂപ നീ എനിക്ക് തിരിച്ചു തരണം. ആഭരണങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ട, അത് വിറ്റ് നീ കാശ് തന്നാ മതി. ശ്രുതി നിസ്സഹായനായി. എന്റെ കയ്യിൽ പണമില്ല എന്നൊക്കെ പറഞ്ഞങ്ങനെ നിസ്സഹായയായി നിൽക്കുമായിരിക്കും. സച്ചി വിട്ടുവീഴ്ചക്കൊന്നും തയ്യാറായില്ല. അപ്പോഴാണ് ശ്രുതി മുന്നോട്ട് വന്നത്. അവൾ ചന്ദ്രയുടെ ആഭരണങ്ങളെല്ലാം തന്നെ കയ്യിലെടുത്തു. ഈ ആഭരണങ്ങൾ ഞാൻ ആന്റിക്ക് തന്നെ തിരിച്ചു കൊടുക്കും, അവൾ പറഞ്ഞു. അപ്പോ പണമോ? വർഷ ചോദിച്ചു. ആ പണം ഞാൻ കൊടുക്കും, ശ്രുതി ഉറച്ച സ്വരത്തിൽ തന്നെ പറഞ്ഞു. എനിക്ക് പറ്റിയ തെറ്റാണ്. ആ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ കൂട്ടുനിന്നുപോയി. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും ഞാൻ ഏറ്റെടുക്കുന്നു. രേവതിയുടെ സ്വർണത്തിന്റെ പണം ഞാൻ തന്നെ തിരികെ നൽകും. എനിക്ക് കുറച്ച് സമയം തരണം അങ്കിൾ. ശ്രുതിയുടെ വാക്കുകളിൽ ആത്മാർത്ഥതയുണ്ടെന്ന് രവീന്ദ്രന് തോന്നി. സച്ചിയും അത് സമ്മതിച്ചു. ശരി, സമയം തരാം. പക്ഷേ അത് നിന്നെ വിശ്വസിച്ചല്ല, പാർലറേട്ടത്തിയെ വിശ്വസിച്ചാണ്. സച്ചിയും രേവതിയും പോയ ശേഷം ശ്രുതി ആഭരണങ്ങളുമായി ചന്ദ്രമതിയുടെ മുറിയിലേക്ക് ചെന്നു. ആന്റി, ഇത് ആന്റിയുടെ ആഭരണങ്ങളാണ്, ഇത് തിരികെ വെക്കണം. രേവതിയുടെ പണം ഞാൻ കൊടുത്തോളാം, ശ്രുതി പറഞ്ഞു. നീ എന്തിനാ മോളെ കാശ് കൊടുക്കുന്നത്? ഈ സ്വർണമൊക്കെ അവൾക്ക് തന്നെ കൊടുത്തേക്ക് എന്ന് ചന്ദ്രമതി പറഞ്ഞു. വേണ്ട ആന്റി, ഇത് ആന്റിയുടേതാണ്. ഞാൻ ചെയ്ത തെറ്റിന് ആന്റി ശിക്ഷ അനുഭവിക്കേണ്ട എന്നും പറഞ്ഞ് ശ്രുതി ചന്ദ്രമതിയുടെ കാല് പിടിച്ച് മാപ്പും ചോദിച്ചു. എല്ലാം കഴിഞ്ഞ് ഭാമ പറഞ്ഞു. ഏതായാലും സ്വർണത്തിന്റെ പ്രശ്നമെല്ലാം തന്നെ ഇവിടെ തീർന്നു. ഇനി രവിയേട്ടൻ ചന്ദ്രമതിയോട് മിണ്ടുമോ എന്നാണ് കണ്ടറിയേണ്ടത്. അഹങ്കാരത്തിന്റെ പതനവും സ്നേഹത്തിന്റെയും ക്ഷമയുടെയും പോരാട്ടങ്ങൾ നിറഞ്ഞ ആ ദിവസങ്ങൾ ഇനി ഏതായാലും സംഭവിക്കാൻ പോകുന്ന നല്ല സൂപ്പർ ത്രില്ലിംഗ് സീനൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.